ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ പച്ചടിയാണ്. അപ്പൊ ഇത് 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യും. ഒന്ന്, ആദ്യം കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു 1/4 കിലോ കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അത് ഉപ്പിട്ട് വേവിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരപ്പ് ഉണ്ടാക്കിയിട്ട് അരപ്പ് ഇതിൻ്റെ അത് ചേർത്ത് അതൊക്കെ നല്ലപോലെ ഇളക്കി അത് വേവിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് തൈര് ചേർക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞ് പിന്നെ വേവിക്കാനൊന്നും പാടില്ല, തിളപ്പിക്കാനേ പാടില്ല. നാലാമത്തെ സ്റ്റെപ്പ് ഇതിൽ വറതാളിച്ചിടുക. ഇങ്ങനെ 4 സ്റ്റെപ്പാണ്. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഏറ്റവും ആദ്യം കുമ്പളങ്ങ, പറമ്പിലുണ്ടായ നമ്മുടെ കൃഷിത്തോട്ടത്തിലുണ്ടായ കുമ്പളങ്ങ. അപ്പം അതിൽ നിന്ന് 1/4 കിലോ വേണം നമുക്ക് വേണ്ടത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് അരപ്പുണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. 3/4 കപ്പ് തേങ്ങ, കടുക്, 3 പച്ചമുളക്, തൈര്, ഒരു 1/2 കപ്പ് ചെറിയ പുളിയുള്ള തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇത് വറതാളിക്കാനുള്ള സാധനങ്ങൾ: വേപ്പില, വറ്റൻമുളക്, കടുകിന് വറതാളിക്കാനുള്ള എണ്ണ. ഇത്രയും മതി. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഈ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ കുമ്പളങ്ങ ഒരു 1/4 കിലോ എടുത്ത് തൊലി കളഞ്ഞ് അകത്തെ കുടലും കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. കുമ്പളങ്ങ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തീരെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/4 കിലോ കുമ്പളങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കും, സ്ലോ ഫ്ലെയിമിൽ. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ ഇടുക, ഉപ്പിടുക. ഇനി അത് സിമ്മിൽ മൂടി വെച്ച്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ അരപ്പൊന്ന് അരച്ചെടുക്കണം. തേങ്ങ, കടുക്, പച്ചമുളക് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇത് 3ഉം കൂടെ ഒന്ന് അരച്ചെടുക്കുക. കടുക്, പച്ചമുളക്, തേങ്ങാപ്പീര്. നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട്, വേവായിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യും. അപ്പോൾ അരക്കുമ്പോൾ നമ്മളൊരു 1/4 കപ്പ് വെള്ളം അതിലോട്ട് ഒഴിക്കുക. അപ്പോൾ നല്ല പെട്ടെന്ന് അരപ്പ് ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുമ്പളങ്ങയുടെ കൂടെ ചേർത്ത് ടോട്ടൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ അരപ്പൊക്കെ കൂടെ കലക്കി ഒഴിക്കുക. കത്തിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ, തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വേകാനായിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ തിളപ്പിക്കാനോ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ വെള്ളം മതി. ഇനി തൈര് ഒഴിക്കാനുള്ള കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സദ്യക്ക് വിളമ്പുമ്പോൾ ഈ പച്ചടി ഒരിടത്തിരിക്കും, അതിൻ്റെ വെള്ളം വേറൊരിടത്തോട്ട്. അപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ലോ ഫ്ലെയിമിലിടുക, മൂടി വെക്കുക. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ആദ്യം ഉപ്പ് പോരാ. നമ്മൾ തൈര് ഇതിലോട്ട് ഒഴിക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഉപ്പൊന്നുകൂടെ നോക്കണം. ഇച്ചിരി കൂടെ ഉപ്പ് വേണം. അപ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി അടുത്ത കടായി അടുപ്പത്ത് വെക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇടുക. വറ്റൻമുളക്. ഇനി ഇത് കോരി ഇതിലോട്ടൊഴിക്കുക. പിന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് യഥാർത്ഥത്തിൽ നാളെ എടുക്കുന്നതാണ് നല്ലത്. ഇന്ന് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് നാളെ എടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മുടെ കുമ്പളങ്ങ പച്ചടി റെഡിയായി. ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.